അടുത്ത ചോദ്യം, നമ്മൾ പുനർജനിക്കേണ്ട സാഹചര്യങ്ങൾ എന്താണ്? മോക്ഷമാർഗം എന്താണ്? പുനർജനിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇവിടെ തന്നെ അനുഭവിക്കാതെ വരികയും ആ കർമ്മങ്ങൾ അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വീണ്ടും നമുക്ക് ജനിക്കേണ്ടി വരുന്നു. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്ന ആയിരം കർമ്മങ്ങളുടെ ഫലമെല്ലാം തന്നെ ഒരിക്കലും നമുക്ക് ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കാൻ സാധ്യമല്ല. അത്രയധികം കർമ്മങ്ങളുടെ ഫലം നമുക്കുണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പം അങ്ങനെ അത് പുനർജനിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ കഴിയൂ. മാത്രമല്ല, ഇതുപോലെ ഓരോ ജന്മത്തിലും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഒരു സഞ്ചിതമായിട്ടുള്ള കർമ്മം എല്ലാം കൂട്ടിവച്ചിരിക്കുന്ന ഒരു കർമ്മ ഭാണ്ഡം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുണ്ട്. ആ കർമ്മങ്ങളുടെ എല്ലാം ഫലം തന്നെ ഒരു ജന്മത്തിൽ തന്നെ ചെയ്ത് അനുഭവിച്ച് തീർക്കാൻ കഴിയില്ല. കാരണം പല ശരീരങ്ങളിലൂടെ അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ള കർമ്മങ്ങൾ അതിലുണ്ടാകാം. അപ്പം അതുകൊണ്ട് നമുക്ക് പുനർജന്മം ഉണ്ടാകുന്നു എന്നാണ്. അങ്ങനെ ജന്മജന്മാന്തരങ്ങൾ പ്രാപിക്കുന്നതിനെയാണ് സംസാര ചക്രമെന്നും ജന്മമരണ ചക്രമെന്നും സംസൃതി എന്നൊക്കെ നമ്മൾ പറയുന്നത്.